ശങ്കര നാദ ശരീരാ പരാ വേദവിഹാരാഹരാ ജീവേശ്വര ശങ്കര നാദ ശരീരാ പരാ വേദവിഹാരാഹരാ ജീവേശ്വര ശങ്കര പ്രാണമുനീവനി ഗാനമേ നീടനി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ധ്യാന വിലക്ഷണ രാഗമേ യോഗമണി പ്രാണമുനീവനി ഗാനമേ നീടനി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ധ്യാന വിലക്ഷണ രാഗമേ യോഗമണി നാദോപാസന చేసిన వాడను నీ వాడను నేనైదే నాదోపాసన చేసిన వాడను నీ వాడను నేనైదే ధిక్కరీంద్రజిత హిమగరీంద్రజిత కందరా నీలకందరా చుత్రులురుగని రుద్రవీణ నిన్నిద్రగానమిది అవతరించరా వినిధరించరా శంకరా నాద శరీరా పరా వేద విహారాహరా జీవేశ్వర శంకరా మెరిసే మెరుపులు మురిసే పెడవులు చిరు చిరు నవ్వులు కాబూలు ఉరిమే ఉరుములు సరి సరి నటలన సిరి సిరి మూవలు కాబూలు మెరిసే మెరుపులు మురిసే పెడవులు చిరు చిరు నవ్వులు కాబూలు ఉరిమే ఉరుములు సరి సరి నటలన సిరి సిరి మూవలు కాబూలు పరవశాన శిరసూగంగా ధరకు జారిన శివగంగా పరవశాన శిరసూగంగా ధరకు జారిన శివగంగా నాగానలగరి నవమునుగంగా ఆనంద వృష్టినే తడవంగా శంకరా నాద శరీరా పరా వేద విహారాహరా జీవేశ్వర శంకరా 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 నైస్ మొమెంట్ గుడ్ 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 వెరీ గుడ్ వెరీ గుడ్ തേജസ് സൂപ്പർ പെർഫോമൻസ്. ചേച്ചി ചേച്ചിയുടെ ടീമിൽ നിന്ന് ഒരു വലിയ പാട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ്. അതെ അതെ, തേജസ്സിന് പൊതുവെ അങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം. കുറച്ച് സംഗതികളും ഒക്കെയുള്ള പാട്ടുകൾ. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ കുറേ നാളുകളായിട്ട് ഒരു അടഞ്ഞിരുന്ന ഒരാളായിരുന്നു ഇങ്ങനെ. ഇപ്പം കുറേയൊക്കെ സടകുടഞ്ഞ് എണീറ്റ് നല്ല ശബ്ദത്തിനൊക്കെ ഒരു വെയിറ്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് പാടി മോനെ. അപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ശരത് സാർ. തേജസ്. യെസ് സാർ. അതിമനോഹരമായ ഒരു പാട്ട്. കാര്യം എപ്പോഴും ഈ ഒരു പാട്ടിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ. ഇപ്പം ഞാൻ
ഒരു 2 ദിവസം മുമ്പ് ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അതിൽ ഈ പാട്ട് പാടി ശങ്കരാന്ന് തുടങ്ങിയതും എൻ്റെ ദൈവമേ, പിന്നെ നാട്ടുകാരങ്ങ് കൊണ്ടുപോയി പാട്ട്. അപ്പം എന്തൊക്കെയായാലും അങ്ങനെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. എനിക്ക് 2 തവണ സ്റ്റേറ്റിൽ മത്സരിച്ചിട്ട് എന്നെ ചെവിക്ക് നോക്കി എടുത്ത് എറിഞ്ഞത് ഈ പാട്ട് പാടിയത് കൊണ്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ആ ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിലും. പക്ഷെ അന്ന് ജനങ്ങളുടെ കൈതട്ടൽ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. എനിക്കത് മതി. നന്നായിട്ട് പാടി. എനിക്ക് ആകെ പറയാനുള്ള മോനെ കുറച്ചും കൂടെ ശ്രുതി നീ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് തോന്നി. പിന്നെ ലിറിക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് അത് നീ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരുടെയും അടുത്ത് ചോദിച്ചിട്ട് അത് കൃത്യമാക്കി തന്നേനെ. പല ഏരിയകളിലും തെറ്റുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ കുറേ തെലുങ്ക് ഫിലിം വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കത് ശരിയാക്കാം. ഞാൻ റെഡിയാക്കി തരാം നിന്നെ കേട്ടോ. ഓക്കെ. അത് അങ്ങനെ എടുത്ത് പറഞ്ഞില്ലേ, ശ്രുതിയുടെ കാര്യമാണ് പ്രധാനമായിട്ട്. പിന്നെ അതൊന്ന് പാടാമോ? നീ പാടനു നീ വാടനു നീ വാടനു നീ വാടനു നേനൈദേ. അങ്ങ് താഴെ ഇങ്ങനെ ഇറങ്ങ അല്ല കേട്ടോ. അത് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. അത് അടുത്തൊന്ന് ലൈനൊന്ന് പാടാമോ? ധിക്കരീന്ദ്രജിത ഹിമകരീന്ദ്രസിത ധിക്കരീന്ദ്രജിത ഹിമകരീന്ദ്രസിത. അത് വേറെ ഏതാണ്ടൊക്കെയാണ് നീ പറയുന്നത്, വേറെ പൊട്ടത്തെറ്റെന്തോ ആണ്. നമുക്കത് ശരിയാക്കാം കേട്ടോ. അടുത്തത് ശുദ്രുലുരുഗനി രുദ്രവീണ നിന്നിദ്രഗാനമിതി അവതരിഞ്ചര അവതരിഞ്ചര ഗിരിധരിഞ്ചര. അങ്ങനെ ആക്കുന്ന എന്തിനാ? ഭക്തി കൂടിയായി, വെരി ഇമോഷണൽ. ഇത് ശങ്കരാന്ന് വിളിച്ചിട്ട് പാടുന്നതാണ്, ശിവനെ വിളിച്ചിട്ട് പാടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭക്തിയുടെ ഒരു ഉന്നതിയിൽ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു പെയിൻ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ശങ്കര നല്ല ശങ്കര. ഈ സെക്കൻഡ് ഹാഫ് മുതലും മുഴുവൻ ഇമോഷണലാണ് പാട്ട്. അപ്പോൾ മോൻ അതൊന്ന് കുറച്ചും കൂടെ ആവാഹിക്കാമല്ലോ. കാര്യം SPB സാർ വളരെ കൃത്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. വേറൊന്നും നമുക്ക് റെഫറൻസിൻ്റെ ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പാട്ട് പോരെ. പക്ഷേ നന്നായിട്ട് പാടി, ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മഞ്ജരി. കൊള്ളാം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. ഷീ ഈസ് വെരി പ്രൗഡ്. ഓക്കെ, താങ്ക് യു സർ. MT സർ. തേക്കുട്ടാ, ഓ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടുന്നു കേട്ടോ. ഈ പാട്ട് ഗാനമേളയായാലും ഭക്തിഗാനമേളയായാലും ഇതുണ്ടാകും. ഈ പാട്ടില്ലാത്ത ഒരു വേദിയുമില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, SPB സാറ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല. കാരണം ആ ഒരു പവർ, പിന്നെ ആ പാട്ടിന് കൊടുക്കേണ്ട ഒരു ഫീൽ. അണ്ണാച്ചി പറഞ്ഞ പോലെ നമ്മൾ ചില പാട്ടുകളുടെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് അത് എന്താണ്, ശിവനെ ധ്യാനിച്ച് പാടി അങ്ങ് ശിവനെ ആവാഹിച്ച് നമ്മുടെ മനസ്സിലോട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദ കണ്ണീര്, ആ ഒരു ഫീലാണ് മോൻ കൊടുക്കേണ്ടത്. പക്ഷെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ മോൻ ആ ആവേശം വന്നപ്പോഴത്തേക്ക് വേറൊരു റൂട്ടിൽ സഞ്ചരിച്ചു. കുഴപ്പമില്ല, എന്നാലും നന്നായിരുന്നു. പിന്നെ ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം, എസ്പെഷ്യലി മറ്റേ ഏറ്റവും ടോപ്പ് പോർഷൻ ലാസ്റ്റ് പാടിയല്ലോ, അത് കഴിഞ്ഞ് വന്ന ആ പല്ലവിയിലാണ് പ്രകടമായിട്ട് കാണുന്നത്. അല്ലാത്തടത്തൊക്കെ ശാലം ഉണ്ട്. എന്തായാലും ടോട്ടലി നോക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ പാടി കേട്ടോ. നല്ലൊരു പാട്ട്. പല്ലവി എന്ന് പാടിക്കും. ശങ്കര അത്ര സോഫ്റ്റ് ആക്കാത്ത കുറച്ചുകൂടെ ശങ്ക ശങ്ക ആ ഒരു ശങ്കര കുറച്ചുകൂടെ ബലപ്പിക്കും. അവിടെ കുഴപ്പമില്ല, അവന് ഇത്തിരി മെലഡി വരുന്നത്. ഇത് മെലഡി ഉണ്ടെങ്കിലും അതിനകത്തൊരു ഒരു പവറുണ്ട്. ആ പവർ, ഒരു കുത്തുണ്ട് അതിനകത്ത്. അതും കൂടെ ഒന്ന് വരുത്താൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. പക്ഷെ പാട്ട് അതിമനോഹരമായിട്ട് പാടി. വേറെ ഒന്നും പറയാനില്ല. കാരണം മഞ്ചേരി ടീമിൽ നിന്ന് ആണ് ആദ്യമായിട്ടുള്ള ഒരു പാട്ട് തുടക്കം. സാക്ഷാൽ മഹാദേവനെ അല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങി. നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് മഞ്ചേരി. യെസ് സർ. ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക, നല്ലത് കേട്ട് നമ്മൾ നല്ലത് തന്നെ പറയണല്ലോ. അതെ അതെ അതെ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ല, ഈസ്റ്റേൺ മാജിക് ബീറ്റ്സ് ടീം നിങ്ങൾ പേടിച്ചോ? ഒരിക്കലുമില്ല, ഞങ്ങൾ ഇതിനെ കടത്തി വെട്ടും. ദിക്കും മേലെ സാധനം വരുന്നതായിരിക്കും. ഓക്കെ, ശരി. ഓക്കെ. തേജസ് എന്താ സാർ? കലക്കി. താങ്ക് യു സാർ. എനിക്കും ആകെ ഫീൽ ചെയ്തൊരു കാര്യം,
പറഞ്ഞ ഒരു ചേട്ടൻ പറഞ്ഞ ഒരു ഓപ്പൺനെസ് ഉണ്ട്. ഇപ്പം ഇത് ഡിവോഷണൽ അങ്ങേയറ്റം തുളുമ്പുന്ന ഒരു സോങ് ആണ്. ഇതിൽ ഫീലും ഉണ്ട്. SPB സർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഡൈനാമിക്സിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ആടുന്നുണ്ട് ഇങ്ങോട്ടേക്കും ആടുന്നുണ്ട്. അങ്ങ് ഹൈയിൽ ഫുൾ പവറിൽ പോകുന്നുണ്ട്, പെട്ടെന്ന് കംപ്രസ് ചെയ്തിട്ട് ഫീലിലേക്കും വരുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക ഫീൽ ബേസിലാണ് പോയേക്കണേ. പക്ഷെ ആ ഒരു ഓപ്പൺനെസ് വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺനെസ് ആവാം, കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ആവാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിടാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി ടീം ക്യാപ്റ്റനോട് ചോദിക്കാം. ചേച്ചി തേജസ് നന്നായി പാടി മോനെ. നൈസ്. എനിക്ക് ഈ പാട്ട് എടുക്കുമ്പം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം തേജസ് പൊതുവേ വളരെ വളരെ മയത്തിൽ സംസാരിച്ച് അങ്ങനത്തെ ഒരാളാണ്. ഇത്രയും നാളുകളായിട്ട് തേജസ്സിനെ ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തു ശബ്ദം, സ്റ്റാമിന. ഗുഡ് മോനെ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഇനിയും റെഡിയാക്കി എടുക്കാനുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ആ നല്ല ത്രോ ഉണ്ടായിരുന്നു പാടിയത്. ഇതിനും ത്രോ വരുത്താം, ഇനിയും ത്രോ വരുത്താം നമുക്ക്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. അസലായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു ചേച്ചി. ഓക്കെ ചേച്ചി, മാർക്സ് ചോദിക്കാം. ഓ, ഇതിൽ ഞാൻ മാർക്സ് ഇടണ്ട അല്ലേ? വേണ്ട. എന്നാ തേജസ് നമുക്ക് മാർക്സ് ചോദിച്ചാലോ എല്ലാവരോടും? ഓക്കെ, ശരത് സർ. ചക്കരെ എന്തോ നിനക്ക് 8.7 മാർക്സ്. താങ്ക് യു സർ. MT സർ 8.9. താങ്ക് യു സർ. ഷാനിക്ക. അപ്പോ UGS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസ് ടീമിൽ നിന്നും ആദ്യം തേജസ് പെർഫോം ചെയ്യാൻ വന്നു. The total mark is 17.6.